ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ചെന്നൈയിലെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ രാവിലെ നമ്മൾ നല്ലൊരു ഇഡ്ഡലിയും ചട്നിയും പിന്നെ നല്ല തമിഴ്നാടൻ സാമ്പാറൊക്കെ കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ഇന്ന് ഈ വീഡിയോക്ക് വോയിസ് ഇടുന്ന സമയത്ത് അന്നത്തെ ആ കഴിച്ച സാമ്പാറിൻ്റെയും ചട്നിയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ ടേസ്റ്റ് എൻ്റെ വായിൽ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ആൾ ഉണ്ടാക്കി തന്നുകൊണ്ടാണെന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ ഏട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോയത് അവിടെ ഒരു മാളിലേക്കാണ്. അവിടെ ഒരു മാളിലെ ട്രാംപോളിൻ പാർക്കിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞതിൽ നിന്ന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ ട്രാവൽ ടൈമൊക്കെ നോക്കിയിട്ടാണ് പോയത്. ഈ ട്രാംപോളിൻ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ആ സ്ഥലത്തിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ലേ. പിന്നെ അവിടെ പോയി അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഞാനും അനിയത്തിയും ചേച്ചിയും പിന്നെ മക്കളും ഇത്രയും പേർക്കാണ് ടിക്കറ്റ് എടുത്തത്. എന്തോ ഒരു വലിയ കാര്യത്തിന് പോകും പോലെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറും മുന്നേ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. ഈ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മൾ ഉള്ളിലേക്ക് കയറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഈ ട്രാംപോളിൻ പാർക്ക് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് തുള്ളിച്ചാടാനും കളിക്കാനും പിന്നെ ഒരു കുട്ടിയായിട്ട് മാറാനും സാധിക്കും. പിന്നെ അതിനുള്ളിൽ കുറച്ച് ജീവനക്കാരൊക്കെ ഉണ്ടാവും. അവർ നമ്മളെങ്ങനെ ചാടണം തുള്ളണം എന്നൊക്കെ കാണിച്ചു തരും. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് ചാടാൻ പാടില്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അരമണിക്കൂറായിരുന്നു അതിനുള്ളിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്ന ടൈം. അതിനുള്ളിൽ മാക്സിമം ഞങ്ങൾ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വീഴാനൊക്കെ പോകും. അപ്പോൾ അവർ നമുക്ക് എങ്ങനെയാണ് ജമ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അവരവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതെനിക്ക് കാണിച്ചു തരികയാണ്, ഇങ്ങനെയാണ് ജമ്പ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനും ചേച്ചിയും അവിടുന്ന് ഈ ആരാണ് ഏറ്റവും ഹൈറ്റിൽ ജമ്പ് ചെയ്യുമെന്ന് ഒന്ന് നോക്കിയതാണ്. അങ്ങനെ അരമണിക്കൂർ വളരെ പെട്ടെന്ന് തീർന്നു പോയി. കുട്ടികൾക്കാണെങ്കിൽ അതിനുള്ളിൽ വരാനൊരു മനസ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ പിടിച്ച് വലിച്ച് നമ്മൾ പുറത്തേക്ക് കിടത്തി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനാണ്. ഈ കുഞ്ഞുമ്മക്ക് ഐസ്ക്രീം കഴിക്കാനൊരു പൂതി. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോയി. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. രാത്രി ഉറങ്ങി. കാരണം പിറ്റേ ദിവസം നമുക്ക് തിരിച്ചു വരേണ്ടതായിരുന്നു. ആ തിരിച്ചു വരവിൻ്റെ ഒരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ, സംസാരിച്ചല്ലോ, കുറച്ച് സമയം നന്നായിട്ട് എൻജോയ് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷവും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കഴിച്ച ഐസ്ക്രീം. ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു, അതെന്നോട് മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.